Hi friends, welcome back to Direction E-Learning YouTube channel. എൻ്റെ പേര് ആശിഷ് മാത്യു. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന നമ്പർ സീരീസ് ടോപ്പിക്കാണ്. നമുക്കറിയാം ഇത് നമ്മുടെ ബാങ്ക് എക്സാംസിനും അതുപോലെ തന്നെ SSC റെയിൽവേ എക്സാംസിനെല്ലാം വരുന്നതാണ്. ബാങ്കിന് നമുക്ക് 5 മാർക്സിനാണ് വരുന്നത്. SSC എക്സാംസ് ആണെങ്കിൽ മിനിമം 2 മാർക്സിനാണ് വരുന്നത്. ഓക്കെ, ഈ ടോപ്പിക്കിൻ്റെ ഇമ്പോർട്ടൻസ് ഒത്തിരി ഉണ്ട്. ആദ്യമേ നമുക്കിതിൻ്റെ ബേസിക്സ് നോക്കാം അല്ലേ. അപ്പോൾ നമുക്കിത് നമ്പർ സീരീസ് 2 രീതിയിലാണ് വരുന്നത്, മിസ്സിങ് അതുപോലെ തന്നെ റോങ് സീരീസ്. ഓക്കെ, 2 ടൈപ്പിലാണ് വരുന്നത്. അതെന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യമേ നമുക്ക് ബേസിക്സ് നോക്കാം. ഓക്കെ, അപ്പം ബേസിക്സ് നോക്കുമ്പോൾ നമ്പർ സീരീസ് മെയിൻലി 4 പാറ്റേൺസ് ആണ്. ഫസ്റ്റ് പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ സ്മൂത്ത്ലി റണ്ണിങ്. ഓക്കെ, സെക്കൻഡ് പാർട്ട് ബൗൺസിങ്. തേർഡ് പാർട്ട് നമ്മുടെ സിഗ്സാഗ് ആണ്. ഫോർത്ത് എന്ന് വെച്ചാൽ ഇൻക്രീസ് കോൺസ്റ്റന്റ് ഡിക്രീസ്. ഓക്കെ, അതാണ് ഫോർത്ത് പാറ്റേൺ. ഓക്കെ, അപ്പോൾ സ്മൂത്ത്ലി റണ്ണിങ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് 1, 6, 9, 12, 15 അല്ല. ഇപ്പം ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ എന്താണ്, നമ്മൾ ഒരു പീരിയോഡിക് ഇൻക്രീസ് ആണ്, കൂടുന്നില്ല, ഒരു സ്റ്റഡി ഇൻക്രീസ് ആണ് അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ സ്മൂത്ത്ലി റണ്ണിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അഡീഷനോ സബ്ട്രാക്ഷനോ ചെയ്താൽ നമുക്ക് ഈസിലി ആ പാറ്റേൺ കണ്ടുപിടിക്കാം. ഓക്കെ, സ്മൂത്ത്ലി റണ്ണിങ് പീരിയോഡിക് ഇൻക്രീസും ആണെങ്കിൽ അതിനെയാണ് നമ്മൾ സ്മൂത്ത്ലി റണ്ണിങ് പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ബൗൺസിങ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എക്സാമ്പിൾ നോക്കാം. 1, 6, 28, 100, 300 ഇങ്ങനെയാണെന്ന് വിചാരിക്കുക അല്ലേ, ഒരു പാറ്റേൺ ആണെന്ന് വിചാരിക്കുക. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്പേഴ്സ് ഡ്രാസ്റ്റിക് ആണ്. അതുപോലെ തന്നെ തിരിച്ചും കേസ് വരാം അല്ലേ. ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, തിരിച്ച് നമ്മൾ എടുക്കുവാണെങ്കിൽ 6, 1 എടുക്കുവാണെങ്കിൽ ഇവിടെ ഡ്രാസ്റ്റിക്കലി കുറയുവാണ് അല്ലേ. ഡ്രാസ്റ്റിക്കലി കൂടുമ്പോൾ നമ്മൾ ഏത് ഓപ്പറേഷൻ ചെയ്യുന്നത്, മൾട്ടിപ്ലിക്കേഷനും. ഡ്രാസ്റ്റിക്കലി കുറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻ ഏതാണ്, ഡിവിഷൻ. നെക്സ്റ്റ് നമ്മുടെ സിഗ്സാഗ് പാറ്റേൺ എന്താണ്, സിഗ്സാഗ് നമ്മൾ കേൾക്കുന്നതാണ് അല്ലേ. സിഗ്സാഗ് എന്താണ്, നമ്മുടെ സീരീസിൽ നമ്മൾ സിഗ്സാഗ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്പേഴ്സ് ഇവിടെ നോക്കുക അല്ലേ. ഇവിടെ നോക്കി നമ്പേഴ്സ് ഇവിടെ കൂടി അല്ലേ, ഇവിടെ കുറഞ്ഞു, ഇവിടെ കൂടി കുറഞ്ഞു അല്ലേ. അപ്പോൾ നമ്പേഴ്സ് ഓൾട്ടർനേറ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്ന കേസിനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ മെയിൻലി അഡീഷനും സബ്ട്രാക്ഷനും ആയിരിക്കും കൂടുതലും വരുന്നത്. ഓക്കെ, മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും വരാം, പക്ഷേ പോസിബിലിറ്റീസ് അഡീഷനും സബ്ട്രാക്ഷനും. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് പാറ്റേൺ എന്താണ്, ഇൻക്രീസ് കോൺസ്റ്റന്റ് ഡിക്രീസ്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ഈ പാറ്റേൺ എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഇങ്ങനെ നമുക്ക് 1, 1, 5, 10 അല്ലേ. ഇവിടെ നമ്പേഴ്സ് ഇൻക്രീസ് ആയി, പിന്നെ കോൺസ്റ്റന്റ് ആയി അല്ലേ. 1, 1 കോൺസ്റ്റന്റ് ആയി, പിന്നെ അല്ലേ ഇനി ഇൻക്രീസ് വന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ പാറ്റേൺസിനാണ് നമ്മൾ ഇൻക്രീസ് കോൺസ്റ്റന്റ് ഡിക്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മെയിൻലി എന്തായിരുന്നു വെച്ചാൽ 0.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു പാറ്റേൺ ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഓക്കെ, അപ്പം ഈ 4 പാറ്റേൺസ് മാത്രമല്ല അല്ലേ, എല്ലാ ക്വസ്റ്റ്യൻസ് ഈ പാറ്റേൺസ് ഫോളോ ചെയ്യണമെന്നില്ല. അങ്ങനത്തെ കുറച്ച് സ്പെഷ്യൽ കേസസ് ഉണ്ട്, അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ 2, 3, 5, 7 അല്ലേ, നെക്സ്റ്റ് നമ്പർ 11 ആയിരിക്കും. അപ്പോൾ ഇതെന്ത് തരം സീരീസാണ്, പ്രൈം നമ്പർ സീരീസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യത്തെ 100ലുള്ള പ്രൈം നമ്പേഴ്സ് ഇടയ്ക്കുന്ന നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, എക്സാമ്പിൾ ചിലപ്പം കുറച്ച് വലിയ നമ്പേഴ്സ് ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, ഇവിടെ എന്തായിരിക്കും 9 ആയിരിക്കും, കാരണം ഇവിടെ ഡിഫറൻസ് നമ്മൾ നോക്കിയപ്പോൾ അതിൻ്റെ ഡിഫറൻസ് 2 ആയിട്ട് ഇൻക്രീസ് ചെയ്യുള്ളൂ അല്ലേ. ഇതെന്താണ്, നെക്സ്റ്റ് നമ്പർ ഇവിടെ 720 ആയിരിക്കും. ഇതൊരു ഫാക്ടോറിയൽ സീരീസ് ആണ് അല്ലേ. ഓക്കെ, നമുക്കറിയാം 1 എന്താണ്, 1 ഫാക്ടോറിയൽ ആണ്. ഇത് 2 ഫാക്ടോറിയൽ, ഇത് 3 ഫാക്ടോറിയൽ, ഇത് 4 ഫാക്ടോറിയൽ, 5 ഫാക്ടോറിയൽ, നെക്സ്റ്റ് വരേണ്ട 6 ഫാക്ടോറിയൽ ആണ്. ഓക്കെ, അല്ലാതെ നമുക്ക് ചെയ്യാം. ഇത് ഇവിടെ ഇൻറ്റു 3, ഇവിടെ ഇൻറ്റു 4, ഇൻറ്റു 5 അല്ലേ. ഈ പാറ്റേൺ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഒത്തിരി ചോദിക്കുന്നതാണ്. ഇത് എന്താണ്, 1 ക്യൂബ് മൈനസ് 1, ഇത് 2 ക്യൂബ് അല്ലേ. 8 ആണ്, 8 മൈനസ് 2, 6. ഇത് 3 ക്യൂബ് മൈനസ് 3, ഇത് 4 ക്യൂബ് മൈനസ് 4. ഓക്കെ, അപ്പോൾ ഇത് 6 ക്യൂബ് മൈനസ് 6 ആണ്. അപ്പോൾ നെക്സ്റ്റ് വരേണ്ട 7 ക്യൂബ് മൈനസ് 7 എത്രയാണ്, 336. ഓക്കെ, ഈ പാറ്റേൺസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 1 സ്ക്വയർ മൈനസ് 3
സിക്സ് സ്ക്വയർ മൈനസ് സിക്സ്. അപ്പോൾ നെക്സ്റ്റ് എന്താ പറയുന്നത് 7 സ്ക്വയർ മൈനസ് 7 എത്രയാണ് 42. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറേ സ്പെഷ്യൽ കേസസ് ഉണ്ട്. അത് നമ്മൾ നമ്മുടെ വരുന്ന പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് നമ്മൾ പഠിച്ച ഈ പാർട്ട് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ കാണുമ്പോൾ നിങ്ങൾ ഇത്രയൊന്ന് റിവൈസ് ചെയ്ത് വരുവാണെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് വരുന്ന പാർട്സ് കാണുമ്പോൾ അത് നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇന്ന് നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ദിസ് ഈസ് ആശിഷ് മാത്യു സൈനിങ് ഓഫ്.